നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യൂറോപ്പിനെ ആക്രമിക്കാൻ ഒരുങ്ങിയ റഷ്യ. ഏത് നിമിഷവും ബ്രിട്ടൻ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി ആന്റി ബേണം. വ്ളാഡിമിർ പുടിനിൽ നിന്നും നേരിട്ടുള്ള ഒരു ആക്രമണം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സുരക്ഷാ വിദഗ്ധർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്രതീക്ഷിത നീക്കത്തിനിടെ CIA ഡയറക്ടർ മോസ്കോയിൽ. മലയാളികളെയും ആശങ്കപ്പെടുത്തി മറ്റൊരു യുദ്ധമുഖമൊരുങ്ങുന്നു. പാശ്ചാത്യ ശക്തികളുമായി ഒരു സമാധാനത്തിനും ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യ. ബ്രിട്ടനോടൊപ്പം മറ്റു ചില പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ച് റഷ്യ. ലവ് ജിഹാദിന് ശേഷം ജയിൽ ജിഹാദ് എന്ന് പേരിട്ട് മറ്റൊരു വിവാദത്തിന് UK ജയിലിൽ തുടക്കം. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന വെള്ളക്കാരെ മതം മാറ്റുന്ന ക്രിമിനൽ സംഘങ്ങൾ സജീവം. ജയിലിൽ ഇസ്ലാമിലേക്ക് മാറുന്നവരുടെ എണ്ണം പെരുകുന്നു. തീവ്രവാദികൾ ജയിലുകളിലെത്തുന്ന വെള്ളക്കാരായ കുറ്റവാളികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ച് പല തീവ്രവാദികളും സ്വയം പ്രഖ്യാപിത അമീർമാരായി വാഴുകയാണ് എന്നും ഏകരായി കാണപ്പെടുന്ന നിസ്സഹാരായ കുറ്റവാളികളെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് എന്നും റിപ്പോർട്ട്. ഇലക്ട്രിസിറ്റി ബില്ലിലെ വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന UK പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിൻ്റെ പ്രഖ്യാപനവും പാഴ്വാക്കായി. കുടുംബങ്ങളുടെ വിന്റർ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറ്റി. എനർജി ബില്ലുകളുടെ ക്യാപ്പ് 4% ഉയർത്തി എനർജി റെഗുലേറ്റർ. ക്യാപ്പ് ഒക്ടോബർ 1 നിലവിൽ വരുന്നതോടെ ശരാശരി ബില്ലുകളിൽ 60 പൗണ്ടിൻ്റെ വർധനവുണ്ടാകും. 2023 ശേഷം ഏറ്റവും ഉയർന്ന ബില്ലാണ് ഇനി ജനങ്ങളെ തേടിയെത്തുക. എനർജി പ്രൈസുകൾ ഭാവിയിൽ എങ്ങനെ കുറയ്ക്കാമെന്ന് ഗവൺമെൻറ് പരിശോധിക്കും. അധികാരം നേടിയാൽ 300 പൗണ്ട് എനർജി ബിൽ കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ പാർട്ടി യഥാർത്ഥത്തിൽ 400 പൗണ്ട് വർധനയ്ക്കാണ് മേൽനോട്ടം വഹിച്ചത് എന്ന് ടോറികളുടെ വിമർശനം. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമേനി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് മുജ്തബ ഖമേനി എത്തിയിട്ടും പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചു. ഖമേനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാകാമെന്നും അടക്കം അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം നടത്താതെ ഇറാൻ. മിന്നൽ പ്രളയം നേപ്പാളിലെ ജനജീവിതത്തെയും വൈദ്യുത മേഖലയും രൂക്ഷമായി ബാധിച്ചു. രാജ്യത്തിൻ്റെ ആകെ വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 12% ദുരന്തം മൂലം തകർന്നതായി റിപ്പോർട്ട്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ബുധനാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കണ്ടെടുത്തത് 170 പേരുടെ മൃതദേഹങ്ങൾ. ഇന്ത്യക്കാരടക്കം 800ഓളം പേരെ കാണാതായി. നേപ്പാൾ ദുരന്തത്തിൽ കാണാതായ ഇന്ത്യക്കാരുടെ എണ്ണം 250-ലധികം. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും വിവരം കിട്ടിയില്ല. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ഉന്നതതല ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകുന്നു. അതിർത്തിയിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതുൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടുമെന്ന് അജിത് ഡോവൽ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്രത്തിനെതിരെ VK ശ്രീകണ്ഠൻ MP. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയാണ് പുതിയ ഡിവിഷൻ രൂപീകരിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നതെന്ന് പാലക്കാട് MPയുടെ ആരോപണം. നാഗർകോവിലും കന്യാകുമാരിയും വെട്ടി തിരുവനന്തപുരം വിഭജിച്ചാൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനം വട്ടപൂജ്യമാകുമെന്നും MP. കേരളത്തിനുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റും റെയിൽവേ മന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് VK ശ്രീകണ്ഠൻ. ബേപ്പൂരിൽ PV അൻവറിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിന്റെ പ്രസ്താവന അനവസരത്തിലെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ തീരുമാനമാണ് എന്നും അന്നില്ലാത്ത അഭിപ്രായം ഇന്ന് പറയുന്നതിൽ ലോജിക്കില്ലെന്നും നിയാസ്. 2021 ബേപ്പൂരിൽ വോട്ട് ചോർത്താൻ മുന്നിൽ നിന്നവർ ഇന്ന് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നുവെന്നും ബേപ്പൂരിലെ വീഴ്ച പരിശോധിക്കണമെന്നും PM നിയാസ്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിൻ്റെയും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെയും ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന നിലപാട് തള്ളി കോഴിക്കോട് MP MK രാഘവൻ. വാർത്തകൾ വിശദമായി. യുക്രൈനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടനെതിരെ ഏത് നിമിഷവും റഷ്യയുടെ പ്രതികാര നടപടികൾ ഉണ്ടായേക്കാമെന്ന് ആന്റി ബേണമിന് മുന്നറിയിപ്പ്. വ്ളാഡിമിർ പുടിനിൽ നിന്നും നേരിട്ടുള്ള ഒരു ആക്രമണം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സുരക്ഷാ വിദഗ്ധർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. യുകെയിലെ പല സുപ്രധാന ഇടങ്ങളും റഷ്യ ലക്ഷ്യം വെച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൻ്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ മൃദുവായ സമീപനമായിരിക്കും കൈക്കൊള്ളുക എന്നതായിരുന്നു ബേണം അധികാരത്തിലെത്തിയപ്പോൾ പുടിൻ കരുതിയിരുന്നതെന്ന് അവർ പറയുന്നു. പക്ഷേ ബ്രിട്ടനും യുക്രൈനുമായുള്ള സൈനിക സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികളായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബേണം കൈക്കൊണ്ടിരുന്നത്. ഇത് പുടിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്.
മിസൈൽ ബ്ലൂ പ്രിന്റുകളും ബാറ്റിൽ ഫീൽഡ് എല്ലാം കൈമാറുവാനുള്ള തീരുമാനമാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ യുക്രൈൻ സംഘർഷത്തിൽ ബ്രിട്ടന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലിനെതിരെ നടപടികളെടുക്കുവാൻ ആഭ്യന്തരമായിട്ടും പുടിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അമേരിക്കയുടെ CIA മേധാവി കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു അടിയന്തര സന്ദർശനം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബേണമിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. സന്ദർശനത്തെത്തിയ CIA മേധാവി ജോൺ റാഡ്ക്ലിഫ് യുക്രൈൻ സംഘർഷം കൂടുതൽ തീവ്രമാക്കരുത് എന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കുകയോ യുക്രൈന് പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കുകയോ ചെയ്യരുത് എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ നാടകീയമായ ചില നീക്കങ്ങൾ ഉടനെ നടത്തിയേക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ അടിയന്തര സന്ദർശനവും മുന്നറിയിപ്പ് നൽകലും എന്നറിയപ്പെടുന്നു. ഈ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളും അതാണ്. ബ്രിട്ടീഷ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഏതു സമയത്തും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ബ്രിട്ടന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിദിനമെന്നോണം റഷ്യ പരിശോധിച്ചു വരികയാണ് എന്നും, എന്നാൽ നാറ്റോ സഖ്യത്തിന്റെ ഇടപെടൽ ഒഴിവാക്കുന്നതിനായി അത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ചെയ്യുന്നത് എന്നും ചില വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പാശ്ചാത്യ ശക്തികളുമായി ഒരു സമാധാനത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യ വ്യക്തമാക്കി. റഷ്യ അമേരിക്ക ബന്ധങ്ങളിലുണ്ടായ വിള്ളൽ പരിഹരിക്കാനാവുമോ എന്നതിപ്പോൾ പറയാൻ കഴിയില്ല എന്നും റഷ്യ പറയുന്നു. ബ്രിട്ടനോടൊപ്പം മറ്റു ചില പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ മാസം ചില വിശദീകരിക്കാൻ കഴിയാത്ത ഡ്രോൺ സാന്നിധ്യം ജർമ്മനിയിലെ ചില സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഉണ്ടായിരുന്നുവെന്നും ഒരു ചരക്ക് വിമാനം തിരിച്ചറിയാത്ത ഒരു വസ്തുവായി കൂട്ടിയിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. സൈബർ ആക്രമണം മുതൽ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ നേരിട്ടുള്ള സംഘർഷം വരെ എന്തും സംഭവിച്ചേക്കാമെന്നാണ് സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അട്ടിമറികളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ഡ്രോണുകൾ ഉപയോഗിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുമെല്ലാം റഷ്യ ഇപ്പോൾ തന്നെ യൂറോപ്പിൽ ഒരു നിഴൽയുദ്ധം നടത്തുകയാണ് എന്ന ആരോപണം ശക്തമാണ്. ഇതിൽ നിന്നും മാറി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് റഷ്യ തയ്യാറായേക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ശേഷം ഇപ്പോൾ ബ്രിട്ടനിൽ വിവാദമാകുന്നത് ജയിൽ ജിഹാദ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദികൾ ജയിലുകളിലെത്തുന്ന വെള്ളക്കാരായ കുറ്റവാളികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നീതിന്യായകാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ കഴിയുന്ന വെള്ളക്കാരിൽ 5-1 വീതം മുസ്ലിങ്ങൾ ആണ് എന്നാണ്. അതേസമയം പൊതുജനങ്ങളുടെ കണക്കെടുത്താൽ മൊത്തം വെള്ളക്കാരിൽ 5.8% മാത്രമാണ് മുസ്ലിങ്ങൾ. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന അക്രമ സംഭവങ്ങൾ ഇതിനു മുമ്പും വാർത്തയായിട്ടുണ്ടായിരുന്നു. ജയിലുകൾക്കുള്ളിൽ മറ്റു കുറ്റവാളികളെ മതം മാറാൻ അവർ പ്രേരിപ്പിക്കുകയോ നിർബന്ധപൂർവ്വം മതം മാറ്റുകയോ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി നിക് തിമോത്തിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. ജയിലുകൾക്കുള്ളിലെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള വെള്ളക്കാരുടെ എണ്ണം പൊതുജനങ്ങൾക്കിടയിലെ ഇസ്ലാം മതവിശ്വാസികളായ വെള്ളക്കാരുടെ എണ്ണവുമായി ആനുപാതികമല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. തടവറകൾക്കുള്ളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ബലം പ്രയോഗിച്ചു നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് നേരത്തെയും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായി അവർ ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദ നിയമങ്ങളുടെ പുനഃപരിശോധനയ്ക്കായി സർക്കാർ നിയമിച്ച ജോനാഥൻ ഹാൾ കേസി ജയിലുകളുമായി ബന്ധപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2022 നൽകിയ റിപ്പോർട്ടിൽ നിർബന്ധിച്ചുള്ള മതം മാറ്റത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ച പല തീവ്രവാദികളും സ്വയം പ്രഖ്യാപിത അമീർമാരായി വാഴുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏകരായി കാണപ്പെടുന്ന നിസ്സഹായരായ കുറ്റവാളികളെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് എന്നും ഭക്ഷണം പങ്കുവച്ചും സമ്മാനങ്ങൾ നൽകിയും ഇവർ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. അത് നടന്നില്ല എങ്കിൽ ബലപ്രയോഗം നടത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അത്തരക്കാരിൽ ഒരാളായ ലണ്ടൻ ബ്രിഡ്ജ് ആക്രമി ഉസ്മാൻ ഖാനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇയാൾ തടവുകാരെ മുസ്ലിം പേരുകൾ സ്വീകരിക്കുന്നതിനും ഇസ്ലാമിക വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. പലപ്പോഴും ജയിൽ പുള്ളികൾക്ക് സ്വയരക്ഷയ്ക്കായി ഇസ്ലാം മതത്തിലേക്ക് മാറേണ്ട സാഹചര്യമാണ് പല ജയിലുകളിലുമുള്ളത് എന്ന് സ്ഥിരമായി ജയിൽ സന്ദർശിക്കാറുള്ള അഭിഭാഷകരടക്കം പറയുന്നുണ്ട്. 2023 സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷന്റെ അന്വേഷണത്തിലും ജയിൽ പുള്ളികൾ മതം മാറാൻ നിർബന്ധിതരാകുന്നതായി കണ്ടെത്തിയിരുന്നു. അല്ലാത്ത പക്ഷം അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയരാകേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പല ജയിലുകളിലും ഇസ്ലാമിക തീവ്രവാദികളുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഭരണമാണ് നടക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UK കുടുംബങ്ങളുടെ വിൻ്റർ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറ്റി എനർജി ബില്ലുകളുടെ ക്യാപ് 4% ഉയർത്തി എനർജി റെഗുലേറ്റർ. ഇലക്ട്രിസിറ്റി ബില്ലിലെ വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന പ്രധാനമന്ത്രി ബേൺഹാമിൻ്റെ പ്രഖ്യാപനവും വെറുതെയായി. ക്യാപ്പ് ഒക്ടോബർ 1 നിലവിൽ വരും. ശരാശരി ബില്ലുകളിൽ 60 പൗണ്ടിൻ്റെ വർധനമാണ് നേരിടുക. ഇതോടെ 2023 ശേഷം ഏറ്റവും ഉയർന്ന ബില്ലാണ് ജനങ്ങളെ തേടിയെത്തുക. വർഷത്തിൽ 45 പൗണ്ട് ലാഭം കൈമാറാൻ 5% വാറ്റ് കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം നിലവിലെത്തുന്ന അതേ ദിവസമാണ് എനർജി ബിൽ ക്യാപ്പും ഉയരുന്നത്.
എന്നാൽ പ്രതിസന്ധി ഇവിടം കൊണ്ടും തീരില്ല എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ജനുവരിയിൽ അടുത്ത ക്യാപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 9% വർധന പ്രതീക്ഷിക്കാമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം പ്രതിസന്ധി തുടരുന്ന അവസ്ഥയുണ്ടായാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പുതിയ പ്രൈസ് ക്യാപ്പ് കുടുംബങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ബേൺഹാം സമ്മതിച്ചു. എനർജി പ്രൈസുകൾ ഭാവിയിൽ എങ്ങനെ കുറയ്ക്കുമെന്നാണ് ഗവൺമെൻറ് പരിശോധിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം തങ്ങൾ അധികാരം നേടിയാൽ 300 പൗണ്ട് എനർജി ബിൽ കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ യഥാർത്ഥത്തിൽ 400 പൗണ്ട് വർധനയ്ക്കാണ് മേൽനോട്ടം വഹിച്ചത് എന്ന് ടോറികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ യുദ്ധമാണ് നിലവിലെ ഊർജ്ജ ബിൽ വർധനയ്ക്ക് പ്രധാന കാരണമെന്ന് ഊർജ്ജ സെക്രട്ടറി മിയാറ്റ ഫാൻബുലെ പറയുന്നു. കുടുംബങ്ങളെ താങ്ങാനാകാത്ത ബില്ലുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സർക്കാർ കൂടുതൽ എന്ത് ചെയ്യാനാകുമെന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും സർക്കാർ വ്യക്തമാക്കി. വർഷാവസാനത്തോടെ കൂടുതൽ സഹായം ആവശ്യമാണോ എന്ന് സർക്കാർ വീണ്ടും പരിശോധിക്കുമെന്ന് ചാൻസലർ ജോൺ ഹീലിയും അറിയിച്ചു. ആഗോളതലത്തിലുള്ള ഇത്തരം വലിയ പ്രതിസന്ധിയുടെ ആഘാതം ഒരു സർക്കാരിനും പരിപൂർണമായി തടയാനാകില്ല എന്നും, എന്നാൽ പുതുവർഷത്തിലേക്ക് നീങ്ങുമ്പോൾ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുവാനുള്ള നടപടികളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അവർ പറയുന്നു. ഉഷ്ണതരംഗത്തിന് പിന്നാലെ കനത്ത മഴയെ നേരിടാൻ ബ്രിട്ടൻ. തുടർച്ചയായ 2 ദിവസങ്ങളിൽ 1 മാസത്തെ മഴ പെയ്തിറങ്ങുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന് ആശങ്കയുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും നൽകിയിട്ടുള്ള മഞ്ഞ ജാഗ്രത മെറ്റ് ഓഫീസ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് ദീർഘിപ്പിച്ചു. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും നേരിടുമെന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിൽ ലണ്ടനും സൗത്ത് വെസ്റ്റും ഒഴികെ സൗത്ത് ഈസ്റ്റ്, മിഡ്ലാൻഡ്സ്, നോർത്ത് എന്നിവിടങ്ങളിലാണ് അലേർട്ട്. വെയിൽസ് പൂർണ്ണമായി അലേർട്ടിലാണ്. 3 മണിക്കൂറിൽ 30 മില്ലിമീറ്റർ വരെയും 12 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ വരെയും മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. UK കടുത്ത വരൾച്ചാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് മഴയെത്തുന്നത്. ഇംഗ്ലണ്ടിലെ 4% മേഖലകളും ഔദ്യോഗികമായി വരൾച്ചയിലാണ് ഇപ്പോഴും. വരുന്ന വെള്ളിയാഴ്ചയിലേക്കും അസ്ഥിരമായ സാഹചര്യങ്ങൾ തുടരുമെന്നാണ് മെറ്റ് വ്യക്തമാക്കുന്നത്. ഇതോടെ മഴ കൂടുതൽ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പായി. സമ്മറിൻ്റെ അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് മഴ UKയെ തേടിയെത്തുന്നത്. ഇക്കുറി കനത്ത വേനലാണ് രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. 2 മാസം മഴ വിട്ടുനിന്നതോടെ പുഴകളും റിസർവോയറുകളും വറ്റി വരളുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. യുവാക്കളുടെ മാനസികാരോഗ്യ പ്രതിസന്ധി പരിഹരിക്കുവാൻ UK സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് വൻ സ്വീകാര്യത. യുവാക്കൾക്കായുള്ള പുതിയ തൊഴിലുറപ്പ് പദ്ധതി യുവാക്കളുടെ മാനസികാരോഗ്യ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ദീർഘകാലമായി തൊഴിലില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതിലൂടെ യുവാക്കളിൽ സ്വയം വിശ്വാസവും ആത്മവിശ്വാസവും തിരികെ ലഭിക്കുന്നു. കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാകുന്നതും തൊഴിലിടങ്ങളിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും യുവാക്കളുടെ സാമൂഹിക ജീവിതത്തിനും മാനസിക ഉന്മേഷത്തിനും സഹായകരമാകുന്നു. 18 വയസ്സ് മുതൽ 24 വയസ്സുവരെ പ്രായമുള്ള 18 മാസത്തിലേറെയായി തൊഴിലില്ലാതെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആനുകൂല്യം കൈപ്പറ്റുന്ന യുവാക്കൾക്ക് പദ്ധതി പ്രകാരം 6 മാസത്തേക്ക് സർക്കാർ വേതന സഹായത്തോടെ ജോലി നൽകുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ 90,000 സബ്സിഡിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സാർവത്രിക ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ആളുകളെ ജോലിക്ക് അനുയോജ്യരല്ലാത്തവർ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന രീതിക്ക് പകരം അവരെ തിരികെ തൊഴിൽ വിപണിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശീലനവും പിന്തുണയും നൽകുന്നു. ബൂട്ട്സ്, സെയിൽസ്ബറീസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ യുവാക്കൾക്കായി ആയിരക്കണക്കിന് അവസരങ്ങളും ഇൻറ്റേൺഷിപ്പുകളും പദ്ധതിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൊഴിൽ വിപണിയിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുവാനും തൊഴിലില്ലായ്മയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാനും ഈ പദ്ധതി ഒരു പരിഹാര മാർഗമായി UK സർക്കാർ കാണുന്നു. UKയിലെ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് കാണാതായ കുട്ടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്ത്. 2023 ഹോം ഓഫീസ് ഹോട്ടലുകളിൽ നിന്ന് കാണാതായ 472 കുട്ടികളിൽ 40 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാണാതായവരിൽ ഭൂരിഭാഗം ആളുകളെയും, അതായത് 432 പേരെയും കണ്ടെത്തിയെങ്കിലും ബാക്കിയുള്ളവരെക്കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. കാണാതായ കുട്ടികൾ മനുഷ്യക്കടത്തിനോ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾക്കോ ഇരയായിട്ടുണ്ടോ എന്ന് പാർലമെൻ്ററി സമിതിയും മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി പോലീസിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ഹോം ഓഫീസ് നടത്തുന്ന അന്വേഷണ പുരോഗതിയും കുട്ടികളെ കണ്ടെത്താനുള്ള നടപടികളും ഓരോ 3 മാസത്തിലും റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് പാർലമെൻ്ററി കമ്മിറ്റി ആവശ്യപ്പെട്ടു. അഭയാർത്ഥി കുട്ടികളെയും കുടുംബങ്ങളെയും ഇത്തരം ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് 2023 ഹൈക്കോടതി വിധിച്ചിരുന്നു. നിലവിൽ ഇത്തരം അഭയ ഹോട്ടലുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. റേഡിയോ അവതാരകൻ ഗ്ലെൻ ബക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപിൻ്റെ നിർണായകമായിട്ടുള്ള വിവരം പങ്കുവച്ചത്. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുസ്തഫ ഖമേനി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പരമോന്നത സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെതായുള്ള ഫോട്ടോകളും പുറത്തു വന്നിരുന്നില്ല. ഇതേ തുടർന്ന് മുജ്തബ ഖമേനി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങളടക്കം ഉയർന്നിരുന്നു. അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ആക്രമണത്തിൽ അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്നും ശരീരത്തിൻ്റെ ഇടതുഭാഗം കൈകാൽ തുടങ്ങി എല്ലാ ഭാഗത്തും പരിക്കുണ്ടുവെന്നും പക്ഷേ അദ്ദേഹം മരിച്ചുവെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇനി അങ്ങനെയല്ല, പരമോന്നത നേതാവ് ജീവനോടെ ഇല്ലെങ്കിൽ അവർ വളരെ മികച്ച ഒരു നാടകം കളിക്കുകയാണ് എന്നുകൂടി ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് മുജ്തബ ഖമേനി എത്തിയിട്ടും പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാകാമെന്നും അടക്കം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതെന്ന തരത്തിൽ ഇടയ്ക്കിടെ വാർത്താക്കുറിപ്പ് സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടാറുണ്ട്. അടുത്തിടെ ഇറാന്റെ ഫ്ലാഷ് ന്യൂസ് ഏജൻസി പരമോന്നത നേതാവിൻ്റെ തീയതി രേഖപ്പെടുത്താത്ത അപൂർവ വീഡിയോയും പുറത്തുവിട്ടിരുന്നു. റഷ്യയിൽ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന ഗ്യാസ് കെമിക്കൽ കോംപ്ലക്സിൽ വൻ തീപിടുത്തവും സ്ഫോടനവും. അപകടത്തിൽ 6 ചൈനക്കാരുൾപ്പെടെ 7 പേർ മരിച്ചു, 9 പേരെ കാണാനില്ല. 152 പേർക്ക് പരിക്കുണ്ട്. ഇവരിൽ 36 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു. റഷ്യയിലെ ഫാർ ഈസ്റ്റേൺ അമൂർ മേഖലയിൽ അമൂർ ഗ്യാസ് കെമിക്കൽ പ്ലാന്റിനാണ് തീപിടിച്ചത്. പ്ലാന്റിൽ നിന്ന് വൻ തീജ്വാലകളും കറുത്ത പുകയും ഉയരുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അപകടത്തെക്കുറിച്ച് റഷ്യൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. വ്യാവസായിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചോ എന്നും ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നു. റഷ്യൻ പെട്രോ കെമിക്കൽ കമ്പനിയായ സിബൂറും ചൈനയുടെ സിനോപെക്കും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ഈ പ്രോജക്റ്റ്. ഏകദേശം $10 ബില്യൺ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പ്ലാന്റ് ലോകത്തിലെ ഏറ്റവും വലിയ പോളിയെത്തിലീൻ പോളിപ്രൊഫൈലിൻ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായി മാറാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം 2.3 ദശലക്ഷം ടൺ പോളി എത്തിലിനും 4 ലക്ഷം ടൺ പോളിപ്രൊഫൈലിനും ഉൽപ്പാദിപ്പിക്കുവാൻ ഇതിന് കഴിയും. സമീപത്തുള്ള അമൂർ ഗ്യാസ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ നിന്നാണ് ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത്. പ്രതിവർഷം 2 ദശലക്ഷം ടൺ ഈഥേനും 1.5 ദശലക്ഷം ടൺ LPGയും ഇവിടെ എത്തിച്ച് പ്ലാസ്റ്റിക് നിർമ്മാണത്തിനുള്ള വസ്തുക്കളാക്കി മാറ്റുകയാണ് പദ്ധതി. 325 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വൻകിട സമുച്ചയം വഴി 1000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2016 എഞ്ചിനീയർമാരുടെ പരിശീലനത്തോടെ ആരംഭിച്ച പദ്ധതി 2024 കമ്മീഷനിംഗ് ഘട്ടത്തിലേക്ക് കടന്നത്. മിന്നൽ പ്രളയം ജീവഹാനി ഉണ്ടാക്കിയത് കൂടാതെ നേപ്പാളിലെ ജനജീവിതത്തെയും വൈദ്യുത മേഖലയെയും രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ആകെ വൈദ്യുതി ഉൽപ്പാദനശേഷിയുടെ 12% ഈ ദുരന്തം മൂലം തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ബുധനാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 170 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇന്ത്യക്കാരടക്കം 800ഓളം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. പ്രളയത്തിൽ നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. കെട്ടിടങ്ങളും പാലങ്ങളും അണക്കെട്ടുകളും തകർന്നു. ദുരന്തം നേപ്പാളിൻ്റെ ജലവൈദ്യുത മേഖലയെ കാര്യമായി ബാധിച്ചു. നാശനഷ്ടങ്ങൾ കാരണം ഏകദേശം 430 മെഗാവാട്ട് വൈദ്യുതി വിതരണത്തെ ഇത് ബാധിച്ചതായി നേപ്പാൾ ഊർജ്ജ മന്ത്രാലയം അറിയിക്കുന്നു. കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ ജലവൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ 12%-ലധികമാണിത്. ജലവൈദ്യുത പദ്ധതികളാണ് നേപ്പാളിൻ്റെ പ്രധാന ആശ്രയം. ഈ നഷ്ടം നേപ്പാളിന് വലിയ സാമ്പത്തിക ആഘാതമുണ്ടാക്കിയേക്കാം. ഫോട്ടേക്കോശി, തൃശൂലി, നാര എന്നീ നദികൾക്ക് സമീപം താമസിക്കുന്നവരോട് നദീതീരങ്ങളിൽ നിന്ന് മാറി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 129.73 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.17 യൂറോ, 1 US ഡോളർ 94.46 ഇന്ത്യൻ രൂപ, 1 യൂറോ 111.27 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.36 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 68.78 ഇന്ത്യൻ രൂപ. നാഷണൽ ന്യൂസ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ഉന്നതതല ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുവാൻ തയ്യാറെടുക്കുന്നതിനിടെ നടന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകും. അതിർത്തിയിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതുൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. പ്രത്യേകിച്ച് അതിർത്തി പുനർനിർണയത്തിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു കഴിഞ്ഞു. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി 2005 ഒപ്പുവെച്ച ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുവാനും ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ നീതിയുക്തമായ പരിഹാരം കണ്ടെത്താനും ധാരണയായി. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടും. സേനാ ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചകൾക്കായി 2 സ്ഥലങ്ങൾ കൂടി സൗകര്യമൊരുക്കുവാനും കിഴക്കൻ മധ്യമേഖലകളിൽ ഓരോ ഹോട്ട്ലൈൻ കൂടി സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വ്യാപാരം കൂട്ടാനും കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുവാനും ചർച്ചയിൽ ധാരണയായി.
ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടാകുന്ന ഏതു തർക്കവും നിലവിലെ നയതന്ത്ര സൈനിക തല സംവിധാനങ്ങൾ വഴി സമാധാനപരമായി പരിഹരിക്കും. അതിർത്തി കടന്നൊഴുകുന്ന നദികളുടെയും ഡാമുകളുടെയും ഡേറ്റ പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അടുത്ത മാസം വിദഗ്ധ സമിതി യോഗം ചേരും. അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള ഉന്നതതല സംവിധാനത്തിൻ്റെ അടുത്ത വർഷത്തെ യോഗം ഇന്ത്യയിൽ വെച്ച് നടത്തുവാൻ അജിത് ഡോവലും വാങ് യിയും തമ്മിൽ ധാരണയിലെത്തി. നേപ്പാൾ ദുരന്തത്തിൽ കാണാതായ ഇന്ത്യക്കാരുടെ എണ്ണം 250-ലധികം. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഹെൽപ്പ് ലൈനിലേക്ക് നിരവധി ആളുകളുടെ ബന്ധുക്കൾ വിളിക്കുന്നു എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേപ്പാൾ സർക്കാരുമായി സമ്പർക്കത്തിലാണ് എന്ന് ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ചൈനീസ് ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന വടക്കൻ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 95 പേരാണ് മരിച്ചത്. നേപ്പാൾ ടൂറിസം ബോർഡ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ആകെ 384 വിനോദസഞ്ചാരികളെയാണ് കാണാതായത്. ഇതിൽ 105 പേർ ഇന്ത്യക്കാരാണെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. ദുരന്തത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു, പാലങ്ങൾ ഒലിച്ചുപോയി. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ടിബറ്റൻ മേഖലയിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായെന്നും ഇതേ തുടർന്നുണ്ടായ ഹിമപാതമാണ് നദിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായതുമെന്നുമാണ് നേപ്പാൾ ഭരണകൂടം പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30യോടെയാണ് റസൂവ ജില്ലയിലെ ഭോട്ടെക്കോശി നദിയിൽ മിന്നൽ പ്രളയമുണ്ടായത്. ടിബറ്റൻ ഭാഗത്തു നിന്നുണ്ടായ കനത്ത വെള്ളപ്പാച്ചിലിൽ സാപ്പു, ബസി, തിമുരെ മേഖലകളിലെ ഗ്രാമങ്ങളും മാർക്കറ്റുകളും ഒലിച്ചുപോയി. 12 പ്രധാന ജലവൈദ്യുത പദ്ധതികളും ട്രാൻസ്മിഷൻ ലൈനുകളും തകരാറിലായി. 19 പാലങ്ങളും 40 കിലോമീറ്ററോളം റോഡും പ്രളയത്തിൽ തകർന്ന് തരിപ്പണമായി. നേപ്പാളിനെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന ടിബറ്റിലെ ഗൈറോങ് അതിർത്തിയിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വാർത്താവിനിമയ സംവിധാനങ്ങളും റോഡ് ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു. രാജ്യത്തെ പഞ്ചസാര ക്ഷാമത്തിന് പരിഹാരമാകുന്നു. ഇന്ത്യൻ പഞ്ചസാര റിഫൈനർമാരുടെ കൈവശമുള്ള 33.5 ലക്ഷം ടൺ പഞ്ചസാര ആഭ്യന്തര വിപണിയിലേക്ക് എത്തും. ഇതോടെ വിപണിയിൽ പഞ്ചസാരയുടെ ലഭ്യത വർദ്ധിക്കുകയും ഇത് വില കുറയുവാനും ഇടയാക്കും. നികുതിയില്ലാതെ അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച ശേഷം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പഞ്ചസാര റിഫൈനർമാരുടെ കൈവശമുള്ള ഏകദേശം പഞ്ചസാരയാണ് ആഭ്യന്തര വിപണിയിലേക്ക് എത്തുക എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ആഴ്ച സർക്കാർ 10 ലക്ഷം ടൺ അസംസ്കൃത പഞ്ചസാര നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യുവാൻ അനുമതി നൽകിയിരുന്നു. കയറ്റുമതിക്കായി മാത്രം മാറ്റിവെച്ചിരുന്ന സംസ്കരിച്ച പഞ്ചസാരയിൽ ഒരു ഭാഗം ആഭ്യന്തര വിപണിയിൽ വിൽക്കാനും റിഫൈനർമാർക്ക് അനുമതി നൽകി. കുറഞ്ഞത് 3 ലക്ഷം ടൺ സംസ്കരിച്ച പഞ്ചസാര വിപണിയിലെത്തുന്നതോടെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അതേസമയം കഴിഞ്ഞ 10 ദിവസത്തിനിടെ പഞ്ചസാരയുടെ എക്സ്മിൽ വില 20% കുറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച കോലാപ്പൂരിൽ എക്സ്മിൽ വില കിലോയ്ക്ക് 48 രൂപയായി കുറഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൽ ഇത് ഏകദേശം 53 രൂപയായിരുന്നു. പഞ്ചസാര മില്ലുകളിൽ നിന്ന് നേരിട്ട് വിൽക്കുമ്പോൾ ഈടാക്കുന്ന വിലയാണ് എക്സ്മിൽ വില എന്ന് പറയപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്സ്മിൽ വില കിലോയ്ക്ക് 48 രൂപയിൽ നിന്ന് 58-60 രൂപയായി ഉയർന്നത് ഊഹക്കച്ചവടവും സംഭരണവും മൂലമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പഞ്ചസാരയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ ക്ഷാമമുണ്ടായിരുന്നില്ല എന്നും വിലയിരുത്തപ്പെടുന്നു. പഞ്ചസാര വില നിയന്ത്രിക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കാണാൻ തുടങ്ങിയതായി രാജ്യത്തെ പ്രധാന പഞ്ചസാര വ്യവസായ സംഘടനയായ ഇന്ത്യൻ ഷുഗർ മിൽസ് അസോസിയേഷൻ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സ്മിൽ പഞ്ചസാര വിലയിൽ ഏകദേശം 20% കുറവുണ്ടായെന്നും ഈ കുറവ് ഉടൻ തന്നെ ചില്ലറ വിൽപ്പനയിലും പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറയുന്നു. രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത മതിയായതിനാൽ വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ പഞ്ചസാര ലഭിക്കുമെന്നും പറയുന്നു. ബുധനാഴ്ച പഞ്ചസാരയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 65 രൂപയായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്രത്തിനെതിരെ വി.കെ. ശ്രീകണ്ഠൻ എം.പി. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയാണ് പുതിയ ഡിവിഷൻ രൂപീകരിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത് എന്ന് പാലക്കാട് എം.പിയായ വി.കെ. ശ്രീകണ്ഠൻ ആരോപിച്ചു. നാഗർകോവിലും കന്യാകുമാരിയും വെട്ടി തിരുവനന്തപുരം വിഭജിച്ചാൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനം വട്ടപൂജ്യമാകുമെന്നും എം.പി. പറഞ്ഞു. കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുകൊണ്ടാണ് BJP സംസ്ഥാനത്തെ വേട്ടയാടുന്നത് എന്നും കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റും റെയിൽവേ മന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. നാഗർകോവിൽ, കന്യാകുമാരി എന്നീ പ്രധാന സ്റ്റേഷനുകൾക്കൊപ്പം നേമത്തിനും നാഗർകോവിലിനും ഇടയിലുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും തിരുവനന്തപുരത്ത് നിന്ന് വിഭജിക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. തിരുവനന്തപുരം വിഭജിക്കുവാനുള്ള ചർച്ചകൾക്ക് പിന്നിൽ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ കക്ഷികളുടെ നിരന്തര സമ്മർദ്ദമാണെന്നാണ് വിവരം. നാഗർകോവിൽ ഡിവിഷൻ രൂപീകരണത്തിലേക്ക് ഉടൻ റെയിൽവേ നീങ്ങുമെന്നാണ് സൂചന. പാലക്കാട് ഡിവിഷൻ വിഭജനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പാലക്കാട് വിഷയത്തിൽ റെയിൽവേ ബോർഡ് വിഭജന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാലക്കാട് വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കത്തയച്ചു. UDF-ലെ മുഴുവൻ എംപിമാരും തിരുവോണനാളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. പാലക്കാട്ടെ വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും വിഭജിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്.
ബേപ്പൂരിൽ PV അൻവറിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിൻ്റെ പ്രസ്താവന അനവസരത്തിലെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFിൻ്റെ തീരുമാനമാണ് എന്നും അന്നില്ലാത്ത അഭിപ്രായം ഇന്ന് പറയുന്നതിൽ ലോജിക്കില്ല എന്നും PM നിയാസ് കുറ്റപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയും 2026 തെരഞ്ഞെടുപ്പിൽ KPCC വാർ റൂമിൻ്റെ ചുമതലയും വഹിച്ച നേതാവ് കൂടിയാണ് PM നിയാസ്. ബേപ്പൂർ കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമല്ല എന്നും PM നിയാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചോർച്ച ഉണ്ടായി എന്നും അന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും PM നിയാസ് പറയുന്നു. 2021 തിരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് വിവാദം ഉണ്ടാകുമായിരുന്നില്ല എന്നും 2021 ബേപ്പൂരിൽ വോട്ട് ചോർത്താൻ മുന്നിൽ നിന്നവർ ഇന്ന് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നുവെന്നും PM നിയാസ് കുറ്റപ്പെടുത്തി. ബേപ്പൂരിലെ വീഴ്ച പരിശോധിക്കണമെന്നും PM നിയാസ് ആവശ്യപ്പെടുന്നു. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പരാജയമല്ല, തോറ്റ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മോശക്കാരുമല്ല, കോണിയും കൈപ്പത്തിയും ഇല്ലാതെ വടകരയിൽ ജയിച്ചു കയറിയവർ അനവധി പേരുണ്ട് എന്നും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും PM നിയാസ് ചൂണ്ടിക്കാണിച്ചു. ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിൻ്റെയും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ നിലപാട് തള്ളി കോഴിക്കോട് MP MK രാഘവനും രംഗത്തെത്തി. ബേപ്പൂരിലെ പരാജയം പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും MK രാഘവൻ MP ആവശ്യപ്പെട്ടു. ബൂത്ത് അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മാത്രമേ തോൽവിയുടെ കാരണം പറയാൻ സാധിക്കൂവെന്ന് അഭിപ്രായപ്പെട്ട MK രാഘവൻ ബേപ്പൂരിലെ പരാജയ കാരണം അടിയന്തരമായി പരിശോധിക്കണമെന്ന നിലപാടുമെടുത്തു. ബേപ്പൂരിലേക്ക് തന്നെ സ്ഥാനാർത്ഥിയായി ക്ഷണിച്ചത് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും KPCC ജനറൽ സെക്രട്ടറി ജയന്തുമായിരുന്നുവെന്ന് P അൻവർ വെളിപ്പെടുത്തിയിരുന്നു. VD സതീശൻ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതോടെയാണ് ചതവ് പറ്റിയതെന്നും UDF കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നെന്നും അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നു. എവിടെയാണ് വോട്ട് ചോർന്നതെന്ന് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കുമല്ലോ, ആ ഒരു പരിശോധനയിലേക്ക് ഒന്നും ആരും പോയിട്ടില്ല എന്നും അൻവർ കുറ്റപ്പെടുത്തുന്നു. ചതിച്ചുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ആൻഡ് സി എന്ന നിലയിൽ മൗനത്തിൽ നിൽക്കുന്നത് എന്നുകൂടി അൻവർ വ്യക്തമാക്കി. പേരാമ്പ്രയിൽ UDF MLA-മാർക്ക് ഒരുക്കിയ സ്വീകരണത്തിലായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ MLA ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചെന്ന് പറഞ്ഞത്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നുവെന്നും പ്രവീൺകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പിഴച്ചില്ലായിരുന്നുവെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെ എന്നുള്ള സത്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 7487 വോട്ടുകൾക്കാണ് മുൻമന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ PA മുഹമ്മദ് റിയാസിനോട് പരാജയപ്പെട്ടത് എന്നും DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പ്രവീൺകുമാറിനെതിരെ വിമർശനവുമായി PV അൻവറും രംഗത്ത് വന്നു. ചേർത്ത് നിർത്തിയവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നും ചതിച്ചെന്നുമായിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ PV അൻവർ വിമർശനം പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പനയിൽ കുറവ് രേഖപ്പെടുത്തി. ബിവറേജസ് കോർപ്പറേഷനുകൾ വഴിയുള്ള മദ്യവിൽപ്പന കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരുന്നു. ഉത്രാട ദിനം വിറ്റഴിച്ചത് 126.31 കോടിയുടെ മദ്യമാണ്. മുൻവർഷം 137.64 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. ഓണ ദിവസങ്ങളിലെ ആകെ വിൽപ്പനയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷം ആരംഭിച്ച് 8 ദിവസത്തിനിടെ മദ്യശാലകൾ വഴി വിറ്റുപോയത് 771.29 കോടിയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിൽപ്പന നടന്നത് 694.96 കോടി രൂപയുടെ മദ്യം. 76.33 കോടി രൂപയുടെ അധിക മദ്യവിൽപ്പനയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. ഉത്രാട ദിനത്തിൽ കൺസ്യൂമർ ഫെഡ് വഴി വിറ്റഴിച്ചത് 20 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന മദ്യമാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ 49 മദ്യവിൽപ്പന ശാലകളിലൂടെ വിറ്റഴിച്ച മദ്യത്തിൻ്റെ വരുമാന കണക്കാണിത്. 89 ലക്ഷത്തിലേറെ വിൽപ്പനയുണ്ടായ കുന്നംകുളത്തെ ഷോപ്പാണ് കണക്കിൽ ഒന്നാമത്. കൊടുങ്ങല്ലൂരും അമ്പലപ്പുഴയുമാണ് വിൽപ്പന കണക്കിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടിക്ക് മുകളിൽ വർധനയാണ് വിൽപ്പനയിൽ പ്രകടമായത്. ഇനി കായിക വാർത്ത. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടക്കാനിരിക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയുടെ സംപ്രേക്ഷണാവകാശം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഗ്രൂപ്പ് കമ്പനിക്ക്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് ഈ പരമ്പരയുടെ ആഗോള മീഡിയ റൈറ്റ്സ് സിൻഡിക്കേഷൻ അവകാശം ട്രാൻസ് ഗ്രൂപ്പിന് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ്, പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ബോർഡ് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ട്രാൻസ് ഗ്രൂപ്പ്. സംരക്ഷണാവകാശം പാകിസ്ഥാൻ കമ്പനിക്ക് നൽകിയതിൽ BBC-ക്ക് എതിർപ്പുണ്ട്. സെപ്റ്റംബർ 13, 15, 17 തീയതികളിലാണ് 3 മത്സരങ്ങളടങ്ങിയ 2020 പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് ഈ പരമ്പര ആതിഥേയത്വം വഹിക്കുന്നത് എങ്കിലും മത്സരം ഇന്ത്യയിലാണ് നടക്കുക. സ്വന്തം രാജ്യത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാൽ അഫ്ഗാനിസ്ഥാൻ അവരുടെ ഹോം മത്സരങ്ങൾക്കായി ഇന്ത്യയിലെയും UAE-യിലെയും വേദികളാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. അവസാനമായി 2026 ജൂണിലാണ് അഫ്ഗാനിസ്ഥാൻ ടീം ഇന്ത്യയിൽ പര്യടനം നടത്തിയത്. അന്ന് നടന്ന ഏക ടെസ്റ്റ് മത്സരത്തിന് ശേഷമുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ 3-0 സ്വന്തമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂറോപ്പിനെ ആക്രമിക്കാൻ ഒരുങ്ങിയ റഷ്യ ഏത് നിമിഷവും ബ്രിട്ടൻ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി ആൻറ്റി ബേണം.
വ്ളാഡിമിർ പുടിനിൽ നിന്നും നേരിട്ടുള്ള ഒരു ആക്രമണം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സുരക്ഷാ വിദഗ്ധർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്രതീക്ഷിത നീക്കത്തിനിടെ CIA ഡയറക്ടർ മോസ്കോയിൽ മലയാളികളെയും ആശങ്കപ്പെടുത്തി മറ്റൊരു യുദ്ധമുഖമൊരുങ്ങുന്നു. പാശ്ചാത്യ ശക്തികളുമായി ഒരു സമാധാനത്തിനും ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യ. ബ്രിട്ടനോടൊപ്പം മറ്റു ചില പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ച് റഷ്യ. ലവ് ജിഹാദിന് ശേഷം ജയിൽ ജിഹാദ് എന്ന് പേരിട്ട് മറ്റൊരു വിവാദത്തിന് UK ജയിലിൽ തുടക്കം. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന വെള്ളക്കാരെ മതം മാറ്റുന്ന ക്രിമിനൽ സംഘങ്ങൾ സജീവം. ജയിലിൽ ഇസ്ലാമിലേക്ക് മാറുന്നവരുടെ എണ്ണം പെരുകുന്നു. തീവ്രവാദികൾ ജയിലുകളിലെത്തുന്ന വെള്ളക്കാരായ കുറ്റവാളികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ച് പല തീവ്രവാദികളും സ്വയം പ്രഖ്യാപിത അമീർമാരായി വാഴുകയാണ് എന്നും ഏകരായി കാണപ്പെടുന്ന നിസ്സഹാരായ കുറ്റവാളികളെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് എന്നും റിപ്പോർട്ട്. ഇലക്ട്രിസിറ്റി ബില്ലിലെ വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന UK പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിൻ്റെ പ്രഖ്യാപനവും പാഴ്വാക്കായി. കുടുംബങ്ങളുടെ വിന്റർ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറ്റി. എനർജി ബില്ലുകളുടെ ക്യാപ്പ് 4% ഉയർത്തി എനർജി റെഗുലേറ്റർ. ക്യാപ്പ് ഒക്ടോബർ 1 നിലവിൽ വരുന്നതോടെ ശരാശരി ബില്ലുകളിൽ £60 വർധനവുണ്ടാകും. 2023 ശേഷം ഏറ്റവും ഉയർന്ന ബില്ലാണ് ഇനി ജനങ്ങളെ തേടിയെത്തുക. എനർജി പ്രൈസുകൾ ഭാവിയിൽ എങ്ങനെ കുറയ്ക്കാമെന്ന് ഗവൺമെൻറ് പരിശോധിക്കും. അധികാരം നേടിയാൽ £300 എനർജി ബിൽ കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ പാർട്ടി യഥാർത്ഥത്തിൽ £400 വർധനയ്ക്കാണ് മേൽനോട്ടം വഹിച്ചത് എന്ന് ടോറികളുടെ വിമർശനം. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമേനി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് മുജ്തബ ഖമേനി എത്തിയിട്ടും പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചു. ഖമേനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാകാമെന്നും അടക്കം അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം നടത്താതെ ഇറാൻ. മിന്നൽ പ്രളയം നേപ്പാളിലെ ജനജീവിതത്തെയും വൈദ്യുത മേഖലയും രൂക്ഷമായി ബാധിച്ചു. രാജ്യത്തിൻ്റെ ആകെ വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ 12% ദുരന്തം മൂലം തകർന്നതായി റിപ്പോർട്ട്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ബുധനാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കണ്ടെടുത്തത് 170 പേരുടെ മൃതദേഹങ്ങൾ. ഇന്ത്യക്കാരടക്കം 800ഓളം പേരെ കാണാതായി. നേപ്പാൾ ദുരന്തത്തിൽ കാണാതായ ഇന്ത്യക്കാരുടെ എണ്ണം 250-ലധികം. തമിഴ്നാട്ടിൽ നിന്ന് പോയ 37 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈഷ ഫൗണ്ടേഷൻ വഴി പോയ 77 പേരെക്കുറിച്ചും വിവരം കിട്ടിയില്ല. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ ഉന്നതതല ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകുന്നു. അതിർത്തിയിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതുൾപ്പെടെ 8 പ്രധാന കാര്യങ്ങളിൽ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. യഥാർത്ഥ നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും പ്രത്യേക വഴികൾ തേടുമെന്ന് അജിത് ഡോവൽ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്രത്തിനെതിരെ VK ശ്രീകണ്ഠൻ MP. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയാണ് പുതിയ ഡിവിഷൻ രൂപീകരിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നതെന്ന് പാലക്കാട് MPയുടെ ആരോപണം. നാഗർകോവിലും കന്യാകുമാരിയും വെട്ടി തിരുവനന്തപുരം വിഭജിച്ചാൽ കേരളത്തിൻ്റെ റെയിൽവേ വികസനം വട്ടപൂജ്യമാകുമെന്നും MP. കേരളത്തിനുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റും റെയിൽവേ മന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ച് സമരം ശക്തമാക്കുമെന്ന് VK ശ്രീകണ്ഠൻ. ബേപ്പൂരിൽ PV അൻവറിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിന്റെ പ്രസ്താവന അനവസരത്തിലെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ തീരുമാനമാണ് എന്നും അന്നില്ലാത്ത അഭിപ്രായം ഇന്ന് പറയുന്നതിൽ ലോജിക്കില്ലെന്നും നിയാസ്. 2021 ബേപ്പൂരിൽ വോട്ട് ചോർത്താൻ മുന്നിൽ നിന്നവർ ഇന്ന് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നുവെന്നും ബേപ്പൂരിലെ വീഴ്ച പരിശോധിക്കണമെന്നും PM നിയാസ്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിൻ്റെയും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെയും ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന നിലപാട് തള്ളി കോഴിക്കോട് MP MK രാഘവൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.